നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മണ്ഡലകാലത്ത് 51 സ്ത്രീകൾ ശബരിമലയിൽ എത്തിയെന്നാണ് സർക്കാർ പറയുന്നത്. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് എത്തിയതിന്റെ ഡിജിറ്റൽ രേഖകൾ ആധാരമാക്കിയാണ് സുപ്രീം കോടതിയെ ഈ വിവരം അറിയിച്ചത്. എന്നാൽ പട്ടികയുടെ പൊള്ളത്തരം വെളിപ്പെടുന്ന പല വിവരങ്ങളും പിന്നാലെ വന്നു. സർക്കാരിന്റെ സ്ത്രീ പട്ടികയിൽ പുരുഷനായ പരംജ്യോതിയും ഉൾപ്പെടുന്നു. പല സ്ത്രീകളും അവരുടെ ബന്ധുക്കളും സർക്കാർ വാദത്തിനെതിരെ നിലപാടെടുത്തു. പലരുടെയും പ്രായം 50-ന് മുകളിലാണ്. ഓൺലൈൻ അപേക്ഷകരല്ലാത്തതുകൊണ്ട് ബിന്ദുവും കനകദുർഗയും 51 പേരുടെ ഈ പട്ടികയിലില്ല. എന്ത് അടിയന്തര സാഹചര്യമാണ് ഇങ്ങനെ ഒരു പട്ടിക നൽകാനുണ്ടായത്, അല്ലെങ്കിൽ ഇന്ന് സുപ്രീം കോടതിയിൽ അത്തരമൊരു കാര്യം പറയാൻ സർക്കാർ തുനിഞ്ഞത് എന്ന് വ്യക്തവുമല്ല. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സർക്കാരിന്റെ യുവതീ പട്ടിക വിശ്വസനീയമോ? FB പോളിലൂടെ പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശബരിമല ദർശനം നടത്തിയ അഡ്വക്കേറ്റ് ബിന്ദു, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, അതുപോലെ തമിഴ് ബ്രാഹ്മണ സഭയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയായ ഗോമതി അമ്മാൾ തുടങ്ങിയവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. 1 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്ന് പൊടുന്നനവേ ഇന്നിപ്പോൾ ബിന്ദുവും കനകദുർഗയും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് സ്വാഭാവികമായും മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തും ഈ പുനഃപരിശോധനാ ഹർജികൾ പരിശോധിക്കുന്ന ജനുവരി 22-ന് എന്ന തീയതിയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അത് കോടതി മാറ്റി. ഇനി പുതിയ തീയതി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഒന്നും എൻ്റർടൈൻ ചെയ്യില്ല. പലതവണ മെൻഷൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. ആ നിലയിൽ ആകെ കോടതി പരിഗണിച്ചത് ഈ ഹർജിയാണ്. പോലീസ് സംരക്ഷണം എന്ന ന്യായമായ അവകാശവുമായി ബന്ധപ്പെട്ട ഹർജി മാത്രമാണ് പരിഗണിച്ചത്. അങ്ങനെ ഒരു വിഷയം നിൽക്കെ ഇങ്ങനെ ഒരു വലിയ വിവരം പങ്കുവെക്കാനുള്ള എന്തടിയന്തര സാഹചര്യമാണ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിരുന്നത്? 51 സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ ശബരിമലയിലെത്തി എന്നാണ് സർക്കാർ പറഞ്ഞത്. വിജയ് ഹൻസാരിക എന്ന സർക്കാർ അഭിഭാഷകൻ ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. എന്ത് അടിയന്തര സാഹചര്യമായിരുന്നു ഇന്ന് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ? അല്ല, മകരവിളക്ക് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഗവൺമെൻറ് ഇതുവരെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ പരാമർശത്തിൽ തന്നെ പറഞ്ഞതായി നമ്മൾ കേൾക്കുന്നത്, ഞങ്ങൾക്കിതെല്ലാം അറിയാം. ആ രണ്ടാൾക്കാരുടെ, കനകദുർഗയുടെയും ബിന്ദുവിൻ്റെയും പ്രൊട്ടക്ഷൻ വേണമെന്നുള്ള, പോലീസ് സംരക്ഷണം വേണമെന്നുള്ള അപേക്ഷയും ഉണ്ടായിരുന്നു. ആ അപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ അവർ രണ്ടുപേർക്കും അവർ സംരക്ഷണം കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറയുകയും അവിടെ നടക്കുന്നതെല്ലാം എന്താണെന്ന് ഞങ്ങൾക്കറിയാം എന്നൊരു പരാമർശനം കോടതി നടത്തിയായിട്ട് കാണുന്നു. അപ്പോൾ ഗവൺമെൻറ് ഇതുവരെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് കോടതി അറിയിക്കുന്നതിന് എന്താ അപാകത? അതിൽ നിങ്ങൾ പറയുന്നത് പോലെ സ്ത്രീകൾ പ്രായം പരിധിയിൽ കൂടുതലായോ കുറഞ്ഞതായോ അതൊക്കെ സുപ്രീം കോടതിയുടെ മുമ്പിൽ കൊടുക്കുന്ന രേഖയിൽ പറയുമല്ലോ. വ്യക്തമായ സുപ്രീം കോടതിയാണ് ധരിപ്പിക്കുന്നത്. എന്തെങ്കിലും തെറ്റിദ്ധാരണ വരുത്താൻ കഴിയില്ല. അതിലേതെങ്കിലും പുരുഷൻ്റെ പേരുണ്ടെങ്കിൽ പരംജ്യോതി എന്ന് പറഞ്ഞ ആൾ പുരുഷനാണോ പുരുഷനാണോ അയാളും ഈ ലിസ്റ്റിലുണ്ടോ ഇല്ലേ, അതൊക്കെ അത് സബ്മിറ്റ് ചെയ്ത ആൾക്കാരത് വിശദീകരിക്കേണ്ടതാണ്. അതവർ വിശദീകരിക്കും. ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഒരു റൊട്ടീൻ നടപടി എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയുടെ വിധിക്കെതിരായി നൽകിയത് സർക്കാരിന്റെ ഭാഗമായ ആളാണ്. DGPയുടെ നോട്ടാണ്. DGP സംസ്ഥാനത്തെ പോലീസ് മേധാവി താങ്കൾ പറഞ്ഞതുപോലെ ഈ പരംജ്യോതി ആണാണോ പെണ്ണാണോ മെയിലാണോ ഫീമെയിലാണോ എന്ന് നോക്കാതെ ഈ കിട്ടിയ 51 പേരുടെ പേര് വിവരം അതേപടി എടുത്തു കൊടുക്കലാണോ വേണ്ടത്? മാധ്യമപ്രവർത്തകർ പോലും ഒരു ഫോൺ കോളിൽ മനസ്സിലാക്കിയ ഒരുപാട് പിഴവുകൾ അതിലുണ്ട്. സർക്കാരിന്റെ ഭാഗമായ പോലീസും പോലീസ് മേധാവിയും ഒരാലോചനയും ഇല്ലാതെയാണോ സർക്കാർ അഭിഭാഷകൻ അപ്പോൾ ഈ വിവരങ്ങൾ കൈമാറുന്നത്? പരിശോധന ഇല്ലാതെയാണോ? അല്ല, അത് ഏതെങ്കിലും തരത്തിൽ ഈ പേരുകളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അതവർ കറക്റ്റ് ചെയ്യണം. അതിപ്പോൾ ലിസ്റ്റ് അവിടെ കയറിയവരുടെ ലിസ്റ്റ് കൊടുത്തതിൽ വലിയ അപാകതയൊന്നുമില്ല. അതിലെന്തെങ്കിലും ആ ലിസ്റ്റിൽ അപാകത ഉണ്ടെങ്കിൽ അതവർ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇക്കാര്യങ്ങളിൽ സർക്കാരിനൊരു മുൻതൂക്കമുണ്ട്. ആ മുൻതൂക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോടതിയിൽ ഈ വിവരങ്ങൾ കൊടുക്കുമ്പോൾ അത് കുറ്റമറ്റ രീതിയിൽ കൊടുക്കേണ്ടതായിരുന്നു. അതല്ലേ അതിൻ്റെ ഒരു ശരി? അതിനോട് താങ്കൾക്ക് വിയോജിപ്പുണ്ടാകാൻ ഇടയില്ലല്ലോ, അല്ലേ ശ്രീ ആനത്തലവട്ടം? അത് ശരിയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. കുറ്റമറ്റതായി ചെയ്യേണ്ടതാണ്. ചെയ്യുന്ന ആളുകൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അക്കാര്യത്തിൽ ഞാൻ യോജിക്കുന്നത്. ഞാൻ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തായാലും ആ ലിസ്റ്റിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ ഈ ചർച്ചയിൽ വരുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ അറിയാവോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ ഇല്ലാതെ കൊടുക്കാനുള്ള ബാധ്യത കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്.
അത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇന്ന് പകൽ മുഴുവൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇരിക്കുകയായിരുന്നു താങ്കൾ. ഇതടക്കമുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനാ സംവിധാനത്തിൽ ഇരുന്ന ആളുകൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. നൽകിയത് സംസ്ഥാനത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. അദ്ദേഹത്തിന്റെ നോട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇത്തവണ 7564 സ്ത്രീകൾ ഓൺലൈൻ വഴി ദർശനത്തിനായി അപേക്ഷിച്ചു. അത് ഈ പ്രായപരിധിക്കകത്ത് വരുന്ന നിലയിൽ അപേക്ഷിച്ചു എന്ന് പറയുകയും 51 പേർ ഡിജിറ്റൽ രേഖകൾ പ്രകാരം ശബരിമലയിലെത്തി എന്ന് അഭിഭാഷകൻ പറയുന്ന സാഹചര്യം ഉണ്ടായത്. അത് സർക്കാർ വിവരമാവുമ്പോൾ അതിന് വിശ്വസനീയത ഏറെയാണ്. ആ വിവരത്തിൽ പിഴവുകൾ വളരെ വേഗം പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ അതിലൊരു വലിയ ജാഗ്രത കുറവുണ്ടായില്ലേ? DGP ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും DGP ശ്രദ്ധിച്ചാണ് ഏതെങ്കിലും ആൾക്കാർ തയ്യാറാക്കിയ ലിസ്റ്റ് DGP പരിശോധിച്ച് കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. അതിൽ അപാകത ഉണ്ടോ ഇല്ലേ എന്നുള്ള വിവരമൊക്കെ ഇനി പുറത്ത് വന്നിട്ടല്ലേ അറിയാനൊക്കെ. കോടതി പരിശോധിക്കുമല്ലോ. സുപ്രീം കോടതിയിലല്ലേ കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി ഇതെല്ലാം സൂക്ഷ്മമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാണ്. അല്ല, വളരെ ലളിതമാണ്. ഇതിലെ 21 ശ്രീ ആനത്തലോട്ടം 21 ഈ 51 പേരിൽ 21ാമത്തെ പേരുകാരനാണ് മുമ്പ് സൂചിപ്പിച്ച പരംജ്യോതി. അതിൽ അയാളെ ഒരു ഫോൺ വിളിയിലാണ്, ഞങ്ങളാരും കുറ്റാന്വേഷണമൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകർ ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ ഉള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിലെല്ലാം വളരെ വിശദമായി എല്ലാം ചേർത്തിട്ടുണ്ട്. ഫോൺ നമ്പറുകളുണ്ട്, അവരുടെ പ്രദേശമുണ്ട്, അഡ്രസ്സുണ്ട്, എല്ലാം ഉണ്ട്. അതനുസരിച്ച് വിളിച്ചപ്പോഴാണ് ഈ പരംജ്യോതി പുരുഷനാണ് എന്ന് പറയുന്നത്. അതിലും രസകരമാണ്, അയാൾ പുരുഷൻ എന്നതിന് പകരം തെറ്റായി ഫീമെയിൽ എന്ന് രേഖപ്പെടുത്തിയതാണ് എന്ന് പറയുന്നത് പോലും ഒന്ന് വിളിച്ചു പോലും ക്രോസ് ചെക്ക് ചെയ്യാതെ കിട്ടിയ വിവരങ്ങൾ അപ്പാടെ എടുത്തു കൊടുക്കലാണോ ഒരു സംവിധാനത്തിന്റെ പണി? അതിന്റെ പേരുദോഷമുണ്ട് എങ്കിൽ, അതിന്റെ പഴിയുണ്ടെങ്കിൽ അത് കേൾക്കുന്നത് DGP അല്ല, സംസ്ഥാന സർക്കാരാണ്. അതെ, പരംജ്യോതി അയാൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് പുരുഷൻ എന്നുള്ളത് സ്ത്രീ എന്ന് പറഞ്ഞ് എടുത്തു. അത് വെച്ചുകൊണ്ട് ഇവരെടുത്ത് കൊടുത്തു. അതെല്ലാം കറക്റ്റ് ചെയ്യേണ്ടി വരും. അതങ്ങനെ അവർ വീണ്ടും വെരിഫൈ ചെയ്തതിനു ശേഷം അത് താങ്കളെ പോലൊരു ഉന്നതനായ നേതാവ് ഇത്ര ലളിതമായത് പറയുന്നത് ഒരു സർക്കാരിനുണ്ടാക്കുന്ന നാണക്കേട് എത്ര വലുതാണ്? DGP അദ്ദേഹത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ അടുത്ത് ഈ നമ്പർ കൊടുത്ത് ഒന്ന് വിളിച്ചന്വേഷിച്ചാൽ പോരായിരുന്നോ? അതുപോലും ചെയ്യാതെ, ആ പ്രാഥമികമായ പരിശോധന പോലും ഇല്ലാതെ കോടതിയിലേക്ക് വിവരങ്ങൾ എത്തിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞ അത് തെറ്റായ വിവരം കൊടുത്തുവെങ്കിൽ അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് DGP ആണ്. ആ DGP ആണ് ഇത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. DGPക്ക് എങ്ങനെ പറ്റുമെന്നുള്ള വിവരം DGP പറയണം. കയറി എന്തായാലും ഈ ഒരു പരംജ്യോതി ഒരു പുരുഷൻ സ്ത്രീ എന്ന് പറഞ്ഞ് അയാൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു. അത് വെച്ചിട്ട് അവരെടുത്ത് കൊടുത്തു. അത് വെരിഫൈ ചെയ്തില്ല. വെരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം ശരത്ത് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. വെരിഫൈ ചെയ്യാതെ കൊടുത്തു, അത്രയല്ലേ സംഭവിച്ചുള്ളൂ. വേറൊന്നും സംഭവിച്ചില്ല. അവിടെ സ്ത്രീകൾ കയറിയെന്നുള്ളത് കയറിയവരുടെ ലിസ്റ്റ് കൊടുത്തു. അതിൽ ഏതെങ്കിലും ഒരെണ്ണം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം കുറയും. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ അനന്തലോട്ടം. അതായത് അങ്ങനെ ഒരു പട്ടിക കൊടുക്കുക, അതിൽ പിഴവുകളും പിശകുകളും ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ ബോധ്യപ്പെടുക, കോടതി അത് പരിശോധിക്കാൻ ആ നോട്ട് വാങ്ങിയത് പോലുമില്ല, അഫിഡവിറ്റ് ആയിട്ടല്ല കൊടുത്തത്, അതിന് തെളിവുപരമായ യാതൊരു യാതൊരു സാധുതയുമില്ല എന്നിരിക്കെ ഇങ്ങനെ ചില വിവരങ്ങൾ കൊണ്ടുവരിക, അതെല്ലാം പരസ്യപ്പെടുക, കോടതി മാത്രം അത് പരിഗണിക്കാതിരിക്കുക. താങ്കൾ പറഞ്ഞ പോലെ ഞങ്ങളിതെല്ലാം കാണുന്നുണ്ട് എന്ന് കോടതി പറയുന്നത് ആർക്കും ഏതു വിധത്തിലും വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ അതിലെ ഓരോ വിവരം, പരംജ്യോതി ഒരു ഉദാഹരണം മാത്രമാണ്, വേറെയും ഉദാഹരണങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത്, ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇന്ന് എന്ത് അടിയന്തര സാഹചര്യം? ഇനിയും മണ്ഡലകാലം കഴിഞ്ഞ് നട അടച്ചിട്ടില്ല, നാളെയും മറ്റന്നാളും കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരുത്താവുന്നതാണ്, എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ തിടുക്കപ്പെട്ട് ഈ വിവരം കൊടുക്കുക, അതിൽ അടിമുടി പിഴയ്ക്കുക. ഇന്നിപ്പോൾ ഈ ബിന്ദുവും കനകദുർഗയും കയറിയപ്പോൾ അത് സ്ഥിരീകരിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ തലവനായിട്ടുള്ള പോലീസ് മേധാവിയായിട്ടുള്ള DGP കൊടുത്തതാണ് ഈ നോട്ട്. അതെ ഇതിനകത്ത് പെശകുണ്ടെങ്കിൽ പെശക് കറക്റ്റ് ചെയ്യണം, പെശകില്ലാത്ത നോട്ട് കൊടുക്കേണ്ടായിരുന്നു എന്നുള്ള കാര്യത്തോട് യോജിപ്പുണ്ട്. അത്രയല്ലേ അതിനകത്തുള്ളത്. ആളുകൾ സംശയിക്കില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുത്തേണ്ട വിഷയം ഏതാ. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ നൽകുന്ന വിവരങ്ങളിലുള്ള വിശ്വാസ്യത സ്വയം നഷ്ടപ്പെടുത്തുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഇപ്പോ ബിന്ദുവും കനകദുർഗയും കയറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ആളുകൾക്ക് വിശ്വാസമായി. സർക്കാർ കൊടുത്തിട്ടുള്ളതിൽ ഇപ്പോൾ തന്നെ അപ്പോൾ ഇപ്പോൾ ഇത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല, മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റിന് വേണ്ടി DGP കൊടുത്ത നോട്ടാണ്.
ആ നോട്ടിനകത്ത് പിശകുണ്ടെങ്കിൽ ആ പിശക് കറക്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയും. കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്താൽ അഫിഡവിറ്റ് വീണ്ടും തിരുത്താനുള്ള അവസരം കൊടുക്കുമല്ലോ, വീണ്ടും തിരുത്തി സബ്മിറ്റ് ചെയ്യാൻ അവസരം കൊടുക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അത്രയല്ലേ ഉള്ളൂ അതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനൊരു കാര്യം സ്ത്രീകൾക്ക് ചോദിച്ചോട്ടെ? ഏരിയോ ഇല്ല ഈ എന്നുള്ളതാണ് പ്രശ്നം. റഫാൽ കേസിലാണെന്നാണ് എൻ്റെ ഓർമ്മ. കേന്ദ്ര സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം അഫിഡവിറ്റായി നൽകി. ഒടുവിൽ അത് ഗ്രാമർ മിസ്റ്റേക്ക് ആണ് എന്ന നിലയിൽ അത് തിരുത്താൻ ശ്രമിച്ചു. ഇല്ലാത്ത വിവരങ്ങൾ ഉണ്ട് എന്ന് അതിലൂടെ ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഗൗരവപ്പെട്ട വിഷയം ഉന്നയിക്കുമ്പോൾ അതിനെ ആ ലഘൂകരണത്തോടെയല്ല നിങ്ങളാരും കണ്ടത്. അപ്പോൾ ഒന്നുകിൽ വേണ്ടത്ര പരിശോധന നടത്താതിരിക്കുക, ഒരു ഉത്തരവാദിത്വമില്ലാതെ വിവരങ്ങൾ കോടതിയിൽ വിളിച്ചു പറയുക, സർക്കാരിന്റെ അവിടെ കേന്ദ്ര സർക്കാരിന്റെ വിശ്വാസ്യതയാണ് അക്കാര്യത്തിൽ തകരുന്നതെങ്കിൽ ഇവിടെയും ആ പാഠം ഉൾക്കൊള്ളാനും അത് അഡ്മിറ്റ് ചെയ്യാനും തയ്യാറാകണം. അല്ല, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ പുരുഷൻ തന്നെ അയാൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. പേര് പരം ജ്യോതി എന്നാണ്. അത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള കാര്യത്തിൽ ഇത് വെരിഫൈ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് തിട്ടം വന്ന് കാണില്ല. അവർ ഈ പരംജ്യോതി സ്ത്രീയാണെന്നാണ് അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അത് സ്ത്രീയുടെ പട്ടികയിൽപ്പെടുത്തി കൊടുത്തു. ഇപ്പോഴാണ് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് അയാൾ പുരുഷനാണെന്ന്. അക്കാര്യം അവർ ഇങ്ങനെ ഓൺലൈനിൽ സ്ത്രീ എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പേര് കേട്ടിട്ട് അത് പുരുഷനാണോ സ്ത്രീയാണെന്ന് നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ കൊടുത്തു എന്നൊരു തിരുത്തു കൊടുക്കേണ്ട പ്രശ്നമല്ലേ ഉള്ളത്. അതും മറ്റതും തമ്മിൽ എന്ത് ബന്ധം? മറ്റത് PIC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എഴുതി കൊടുത്തത് വളരെ ഗൗരവമായ വിഷയമല്ലേ അത്? ഒരു സ്ത്രീയുടെ പേര് എഴുതി കൊടുത്തത് പുരുഷനായതിൻ്റെ പേര് സ്ത്രീ എന്ന് എഴുതി കൊടുത്തയാളിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഇവിടെ മറ്റതല്ലല്ലോ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കാതെ രേഖ പാർലമെൻറ്റിൽ വെക്കുക, റിപ്പോർട്ട് പാർലമെൻറ്റിൽ വെക്കാതെ അത് വെച്ചു, അതുകൊണ്ട് പാർലമെൻറ്റ് അംഗീകരിച്ചതാണെന്ന് പറഞ്ഞ് കളമായി റിപ്പോർട്ട് ചെയ്യലല്ലേ? അതും ഇതും തമ്മിൽ അജഗജാന്തരമല്ലേ? കളവായതും തെറ്റായതും വേണ്ടത്ര പരിശോധന ഇല്ലാതെയും ഒക്കെ കോടതിക്ക് മുമ്പാകെ വിവരങ്ങൾ സമർപ്പിക്കുന്നത് ഈ രാഷ്ട്രീയ നിറമനുസരിച്ച് തെറ്റല്ലാതാവുകയും ശരി തെറ്റാവുകയും മാറില്ല. ശ്രീ ആനത്തലോട്ടവാനന്ദൻ, ഇവിടെ പോലീസിന് ചെയ്യാമായിരുന്ന വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നൊരു അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയെല്ലാം ഇരിക്കെ കോടതി ചോദിച്ചിട്ടില്ല, ഒരു അഫിഡവിറ്റായി നൽകിയിട്ടുമില്ല. പിന്നെ സർക്കാരിന്റെ നിലപാടാണ് അതിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. 51 സ്ത്രീകൾ ഈ പ്രായപരിധി മറികടന്ന് വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കയറി എന്ന് സർക്കാർ പറയുമ്പോൾ ആ സർക്കാർ വാദം തെറ്റാണ് എന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ ആളുകൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാകുന്നുവെങ്കിൽ അതൊരു പോലീസിന്റെ പിഴവ് മാത്രമല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനൊന്ന് താങ്കളിലേക്ക് വരാം, മറ്റുള്ളവരിലേക്ക് കൂടി എങ്ങനെ വേണം വ്യാഖ്യാനിക്കാം. ഞാൻ താങ്കളിലേക്ക് വരാം. അതൊരു വ്യാഖ്യാനത്തിന്റെ പ്രശ്നം മാത്രമല്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീമതി ബിന്ദു ഉണ്ട്, ഗോമതി അമ്മാളുണ്ട്, അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കരും ചേരുകയാണ്. ബിന്ദു, ഇന്നിപ്പോൾ നിങ്ങൾക്ക്, ബിന്ദുവിനും അതുപോലെ തന്നെ കനകദുർഗയ്ക്കും പൂർണ്ണമായ പോലീസ് സംരക്ഷണത്തിനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും പോകാൻ കോടതി ശ്രമിച്ചിട്ടില്ല. അവിടെയാണ് ഈ 51 പേരുടെ ഒരു പുതിയ വിഷയം സർക്കാർ അവതരിപ്പിച്ചത്. അത് ആ മട്ടിൽ അതിലൊരുപാട് പിഴവുകൾ ഇതിനോടകം ഡിജിറ്റൽ രേഖകളെ മാത്രം ആധാരമാക്കിയാണ് എന്ന് സർക്കാർ പറയുന്നു. അതിൽ മറ്റൊരു പരിശോധനയും സർക്കാർ നടത്തിയിട്ടുമില്ല. അത് ആ രേഖകൾ പ്രകാരം കോടതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ രേഖയായി പോലും, അഡ്വക്കേറ്റ് ആണല്ലോ, ബിന്ദുവിന് നന്നായി മനസ്സിലായി, അഫിഡവിറ്റായി സത്യവാങ്മൂലമായി നൽകിയതല്ല, ഒരു നോട്ട്, DGPയുടെ നോട്ടായി അഭിഭാഷകൻ ഉയർത്തിക്കാട്ടി വിശദീകരിച്ചത് മാത്രമേ ഉള്ളൂ. കോടതി അത് ആ നിലയിൽ സ്വീകരിക്കാനൊട്ട് ഇപ്പോൾ തയ്യാറായിട്ടുമില്ല. ഈ 51 എന്ന് പറയുന്ന ആ നമ്പർ യഥാർത്ഥത്തിൽ അവിടെ ശബരിമലയിൽ തർക്കങ്ങളില്ലാതെ ഇപ്പോൾ ബിന്ദു അവിടെ കയറി തൊഴുതു മടങ്ങിയ ആളായി കേരളവും മലയാളികളും കാണുന്നതാണല്ലോ. നിങ്ങളെങ്ങനെയാണ് ഇന്നത്തെ ആ വിഷയത്തെ സ്വീകരിക്കുന്നത്? 51 പേർ എത്തി എന്നാണ് ഈ ഡിജിറ്റൽ രേഖകൾ പ്രകാരം സർക്കാർ പറയുന്നത്. അതിലൊന്ന് കുറയ്ക്കാം, 50 ആക്കാം. ഒരാൾ പുരുഷനാണ്. ഈ വിഷയത്തിൽ ഓക്കെ 50 51 എന്നുള്ള നമ്പറിലല്ല. ഇവിടെ ഞാനും കനകദുർഗയും മഞ്ജുവുമെങ്കിലും അറ്റ്ലീസ്റ്റ് അവിടെ കയറി എന്ന് ഇപ്പോൾ എതിർക്കുന്നവർ പോലും സമ്മതിച്ചിരിക്കുകയാണ്. ബാക്കി ആരൊക്കെ കയറിയിട്ടില്ലെങ്കിലും ഞങ്ങൾ 3 പേരെങ്കിലും കയറിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ 51 പേര് കയറിയാലും ഞങ്ങൾ 3 പേര് കയറിയാലും സ്ത്രീകൾ അവിടെ പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ കോടതി വിധിക്ക് ശേഷം പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഞാനും കനകദുർഗയുമാണ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയുടെ മുമ്പിലേക്ക് പോയിട്ടുള്ളത്, സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുള്ളത്. അത് വളരെ പെട്ടെന്ന് തന്നെ
തീർപ്പാക്കിക്കൊണ്ട് അതിനനുകൂലമായ ഒരു വിധി കോടതിയിൽ നിന്ന് ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. മുമ്പ് തന്നെ ഉള്ള പല വിഷയങ്ങളിലും അത് വളരെ സാവധാനം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ പരിഗണിക്കുന്ന ഒരു സമീപനമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഈ പറയുന്ന തന്ത്രിക്കെതിരായിട്ടുള്ള കേസുമായി മുമ്പോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവും ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തന്ത്രി ഇതുവരെ ദേവസ്വം ബോർഡിന് അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിട്ടില്ല. ബിന്ദു, തന്ത്രി ഇതുവരെ വിശദീകരണം അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് നൽകിയിട്ടില്ല. ദേവസ്വം ബോർഡ് ഇന്ന് തന്ത്രി കൂടുതൽ സമയം ചോദിച്ചപ്പോൾ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ എന്ന നിലയിൽ ഒരു വിശാല മനോഭാവമാണ് തന്ത്രിയോട് കാട്ടിയിട്ടുള്ളത്. ഒന്ന്. രണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും ഇപ്പോൾ എതിർക്കുന്നവർ പോലും ഞങ്ങളുടെ ദർശനത്തെ, ശബരിമല ദർശനത്തെ അംഗീകരിക്കുന്നുവെന്ന്. ഒരു നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ വെറും വ്യാജ ഫോട്ടോഷൂട്ട് എന്നാണ്. അങ്ങനെയൊന്നും അംഗീകരിച്ചു തരാൻ കുറേ ആളുകൾ ഇന്നും തയ്യാറായിട്ടില്ല. അല്ല, ആ നേതാവ് ചിലപ്പോൾ ശബരിമല തന്നെ അവിടെ ഇല്ലെന്നും പറഞ്ഞേക്കാം. അങ്ങനെയും പറയാം. ഇങ്ങനെ പറയുന്ന ആളുകൾ ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോ ഒരാൾ വന്നിട്ട് അങ്ങനെ, പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പർ ആണെന്ന് മാത്രം പറഞ്ഞിട്ട് സെൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അയാൾ വേണമെങ്കിൽ നാളെ വന്നിട്ട് ശബരിമല എന്ന് പറയുന്ന ഒരു അമ്പലം തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇവിടെ ഈ 51 പേരുടെ ലിസ്റ്റ് സർക്കാർ കൊടുത്തതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ 2 പേർ മാത്രമല്ല, ഇത്ര അധികം സ്ത്രീകൾ അവിടെ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് പേര് ഫാക്ച്വൽ എറേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാകാം. അപ്പം ഇവർക്കടക്കം സുരക്ഷ കൊടുക്കണം എന്നുള്ളത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു ആംഗിളിലേക്ക് വേണമെങ്കിൽ നമുക്കതിനെ കാണാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിധി കോടതിയിൽ നിന്ന് പോസിറ്റീവായിട്ടൊരു വിധി ഞങ്ങൾക്ക് അനുകൂലമായി വരുമ്പോ അത് ഇവിടെ കയറിയ ആളുകള്, കയറാൻ ശ്രമിച്ച ആളുകള്, ഇനി കയറാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകള്, ഈ ആളുകൾക്കെല്ലാം ഊർജം കൊടുക്കുന്ന ഒരു വിധിയാണിത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇന്നലെയാണ് കേസ് ഇന്നത്തേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫാക്ച്വൽ എറേഴ്സ് വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പൊ ഇത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് സ്വാഭാവികമായ എറേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാജമായിട്ടുള്ള ഒരു രേഖ ഉണ്ടാക്കിയതല്ല എന്നുള്ളതാണ്. ഇതുപോലത്തെ ഒരു വിഷയത്തിൽ ഒരു ജാഗ്രതയോടുകൂടി കോടതിക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യേണ്ട എന്നൊരു ചോദ്യമുണ്ട്. കോടതി അത് ഗൗരവത്തിൽ എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ പറയുന്ന പോലെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് അല്ലെങ്കിൽ ഈ ഹർജിക്കാർ, റിവിഷൻ പെറ്റീഷൻ ഒക്കെ കൊടുക്കുന്ന ഹർജിക്കാരും അവരുടെ അഭിഭാഷകരും പറയുന്ന, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പ്രൊപ്പഗൻഡയാണ് എന്ന് പറയുന്ന നിലയിലേക്കുള്ള ആക്ഷേപം ക്ഷണിച്ചു വരുത്താതിരിക്കാമായിരുന്നു. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആരാണ് ഇവരുടെ വയസ്സുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്? ഇത് ഈ അവിടെ പോയി എന്ന് പറയുന്ന സ്ത്രീകളുടെ ബന്ധുക്കളാണ്. അത് കനകദുർഗയുടെ ഒരു കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. കനകദുർഗയുടെ BJP-കാരനായ അനിയൻ, അതുപോലെ തന്നെ ശിവസേനക്കാരനായ ചേച്ചിയുടെ ഭർത്താവ്, ഈ ആളുകളൊക്കെ കൂടി തന്നെയാണ് കനകദുർഗയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. കനകദുർഗ പല പ്രാവശ്യം പറഞ്ഞു, ഞങ്ങൾ പോലീസ് കസ്റ്റഡിയിലല്ല, ഞങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ, മേജറായ സൗണ്ട് മൈൻഡുള്ള ഞങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലാണെന്ന് പല പ്രാവശ്യം നമ്മൾ വീഡിയോയിലൂടെ, ഓഡിയോയിലൂടെ, ഇവരോട് മീഡിയയിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും BJP-കാരനായ അനിയൻ ഇവർ പോലീസ് കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു. കേരളത്തിൽ പ്രചരിച്ച ഒരു പ്രധാനപ്പെട്ട വിവരം. ബിന്ദു, നിങ്ങളെ പോലീസ് ദിവസം തോറും ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നു, ജില്ല വിട്ടും താമസിക്കുന്ന സ്ഥലം മാറ്റിയും എന്നാണ് പൊതുവെ പറഞ്ഞ് കേട്ടത്. അതെ അതെ, ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള വാർത്തകള് ഇത് ആരാ പുറത്തുവിട്ടത്? ജനൻ ടിവി പോലെയുള്ള, മാതൃഭൂമി പോലെയുള്ള ചില ചാനലുകൾ. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം, ഈ ജനൻ ടിവി, മാതൃഭൂമി ഒക്കെ പുറത്തുവിട്ട വിഷ്വൽസിൽ ഞാനും കനകദുർഗയും മാത്രമാണ് അവിടെ പോയിട്ട് ക്യാഷ് കൊടുത്തിട്ടുള്ളത്, ഞങ്ങൾ മാത്രമാണ് റൂമിലേക്ക് പോയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ പുറകെ ചിലപ്പോൾ പോലീസുകാർ ഫോളോ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ ലൈഫും ഞങ്ങളുടെ പ്രോപ്പർട്ടിയും സംരക്ഷിക്കാന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം. നമുക്കറിയില്ല നമ്മുടെ പുറകെ ആര് വന്നു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എന്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാകും, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇട്ട് തന്ന കാശിനാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. അതല്ലാതെ സർക്കാർ സ്പോൺസേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോട് ആ സമയത്ത് കാശ് വാങ്ങേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എവിടെ താമസിച്ചു എന്നുള്ളതിന് വ്യക്തമായ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതൊന്നും തന്നെ ഈ പറയുന്ന ജനൻ ടിവി അപകീർത്തികരമാണെങ്കിൽ എന്തുകൊണ്ട് ബിന്ദു അപകീർത്തി കേസ് കൊടുക്കുന്നില്ല?
തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ അത്തരം നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. കനകദുർഗ ഹോസ്പിറ്റലിലായ സമയത്ത് കനകദുർഗയുടെ ബാഗിൽ നിന്ന് ഞങ്ങൾ ശബരിമലയിൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന മാല എടുത്തിട്ട് അവർ ജനൻ ടി വിക്കാർ കൊണ്ടുവന്ന നാപ്കിന്റെ കൂടെ വെച്ച് ഫോട്ടോ എടുത്തിട്ട് അവർ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയും എത്തിക്സ് ഇല്ലാത്ത, മൊറാലിറ്റി ഇല്ലാത്ത ഒരു എവിടുത്തെ മീഡിയ എത്തിക്സ് ഇത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ നമ്മൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഞാൻ മടങ്ങി വരാം. ഗോമതി അമ്മാൾ, ഇതിപ്പോ നേരത്തെ ബിന്ദു പറഞ്ഞ പോലെ ഇപ്പോൾ ബിന്ദുവും കനകദുർഗയും മാത്രമേ കയറിയിട്ടുള്ളൂ എന്ന് സമ്മതിക്കേണ്ടി വരും ഈ 50 51 ആളുകളെ അല്ലെങ്കിൽ സർക്കാർ പറയുന്ന ലിസ്റ്റിനെ എതിർക്കണമെങ്കിൽ. ബിന്ദുവല്ലേ കയറിയുള്ളൂ, കനകദുർഗയല്ലേ കയറിയുള്ളൂ എന്ന് പറയേണ്ടി വരും. ഈ 51 വ്യാജമാണ്, ഈ ആളുകളൊന്നും അവിടെ കയറിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ. 1 2 അല്ല, 51 പേരുടെ പട്ടിക. ഒരാളെ നമുക്ക് മാറ്റി നിർത്താം. 50 പേരുടെ പട്ടികയാണ് സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്തിരിക്കുന്നത്. ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ കയറിയതായി വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് സർക്കാരാണ്. അതുകൊണ്ട് അത് അപ്പടി തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ പരിപാടി തുടങ്ങിയ കാലം തൊട്ട് ടി വിയിൽ ഇതെല്ലാം വളരെ നന്നായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ 51 സ്ത്രീകൾ പോയിട്ട് ഒരു 5 സ്ത്രീകൾ കയറിയതായിട്ട് ഞാൻ കണ്ടില്ല. ഇവർ എങ്ങനെയാണ് വന്നത്? അദൃശ്യരായി വന്നു, അതോ ആകാശത്തുനിന്ന് ചാടി ഇറങ്ങി വന്നു, ഭൂമി തുറന്നു? ഞങ്ങൾ കാഴ്ച കണ്ണുള്ളവരാരും ഓൺലൈൻ രജിസ്ട്രേഷനിൽ തന്നെ രജിസ്റ്റർ ചെയ്തത് 16 ലക്ഷം അപേക്ഷകരാണ്. പോയത് 8 ലക്ഷം ആളുകൾ. ഇവരെല്ലാം നമ്മുടെ കണ്ണിലൂടെ വേണം പോകണമെന്ന് വാശി പിടിച്ചാൽ ബുദ്ധിമുട്ടി പോകത്തേ ഉള്ളൂ നമ്മളും അവരും. അല്ലല്ല ഒരു സ്ത്രീകളൊക്കെ പോകുമ്പോൾ ഈ യുവതികൾ കയറുന്നുണ്ടോ എന്ന് വളരെ ജാഗരൂകരായിട്ട് വാച്ച് ചെയ്യുന്ന ഭക്തജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ കണ്ടുവെട്ടിച്ച് ഇത്രയധികം സ്ത്രീ വന്നപ്പോ തന്നെ കാത്തിരിപ്പ് നടത്തിയ ഗോമതിയമ്മാൾ കാത്തിരിപ്പ് നടത്തിയ ഈ തടയാൻ ശ്രമിച്ചവർ കണ്ടില്ല എന്നത് പോയ ആളുകളുടെ കുറ്റമാണോ, അവരുടെ പിഴവാണോ? അതെന്തൊരു വർത്തമാനമാണത്? അല്ല, അവർ കാത്തിരിക്കുന്നവർ കണ്ടില്ല എന്ന് പറയുന്നത്. അവർ വളരെ ജാഗരൂകരായിരുന്നു. അതുകൊണ്ടാണ് ഈ 3 പേര്, ബിന്ദു പോയപ്പോഴും കനകദുർഗ പോയപ്പോഴും മറ്റേ ശ്രീലങ്കൻ യുവതി വന്നപ്പോഴൊക്കെ അവർ കണ്ടുപിടിച്ചത്. അവിടെ അവർ വളരെ വിശ്വാസികളാണ്. അവരുടെ നെഞ്ചിലേറ്റ അടി അവർ വളരെ നെഞ്ചിൽ തീയുമായിട്ടാണ് കാത്തിരുന്നത്. ഇവരുടെ കൂട്ടല്ല. അവർ വളരെ ഒരാളല്ലല്ലോ, ഒരുപാട് പേര് താഴെ നിലയ്ക്കൽ തൊട്ട് പമ്പ തൊട്ട് കാത്തിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അങ്ങനെ തന്നെ, ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ഏതെങ്കിലും യുവതികൾ വരുന്നുണ്ടോ ബിന്ദു, ഗോമതി അമ്മാൾ പറയുന്ന ഇത്രേ ഉള്ളൂ. അവർക്കൊക്കെ അവരുടെ കണ്ണുകളെ മാത്രമേ വിശ്വസിക്കാനാകൂ. ആ കണ്ണുകളിലൂടെ നിങ്ങളുടെ വരവിനെ പോലും അവർ ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നല്ലേ ഈ 50 ആളുകൾ, 50 പോയിട്ട് 5 ആളുകൾ പോലും കയറിയിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാം. എന്റെ കണ്ണ് മാത്രമല്ല, ഇവിടത്തെ ഞാൻ മാത്രമല്ലല്ലോ, ഒരു ചാനലിലല്ല ഈ സ്ത്രീകളെ കാണിച്ചത്. ഈ ഭക്തജനങ്ങൾ വരുന്നത് കാണിച്ച ഒരു ചാനലിലല്ല, എല്ലാ ചാനലിലും വരുന്നുണ്ടായിരുന്നു, എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ കണ്ണിലെങ്കിലും കണ്ടു കാണും. അപ്പൊ ആരുടെയും കണ്ണിൽപ്പെടാതെ പോയ ബിന്ദുവിനെ ആ ന്യായത്തെ കുറിച്ച് പറയാനാകൂ, അല്ലെങ്കിൽ പറയാൻ കഴിയും. ശരിയാണ്. തീർച്ചയായിട്ടും ബിന്ദു ആരുടെ കണ്ണിൽപ്പെടാതെയല്ല പോയത്. വളരെ ശരിയാണ്. കാരണം ഇവരെല്ലാവരും തന്നെ വനിതാ മതിൽ തകർക്കാൻ വേണ്ടി പുറത്തേക്ക് പോയ സമയത്താണ് ഞങ്ങൾ അവിടെ കയറിയത്. അതുകൊണ്ട് തന്നെ ഈ പുറത്തുനിന്ന് വന്ന് അവിടെ നിന്ന് തമ്പിടിച്ചിരുന്ന ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സാധാരണ ജനങ്ങള്, ഭക്തജനങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഭക്തജനങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല കാത്തിരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആരുടെ ബുദ്ധിയായിരുന്നു ബിന്ദു? അത് നല്ല സമയമാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത്. എല്ലാവരും ഈ വനിതാ മതിൽ വിജയിക്കുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞത് വെച്ചാണെങ്കിൽ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ അവിടേക്ക് പോയി. അല്ല, ഞാൻ ബിന്ദുവിനോടാണ് ആ ചോദ്യം. ബിന്ദു, നിങ്ങൾ എല്ലാം കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണോ? പോലീസിനെ പറയും, സർക്കാരിനെ പറയും. ആരുടെ ബുദ്ധിയായിരുന്നു ആ തീയതിയിലെ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയപ്പോഴും, ആദ്യത്തെ സമയത്ത് പോയപ്പോഴും ഞങ്ങൾ വെളുപ്പിനാണ് തിരഞ്ഞെടുത്തത്. 11:30 സമയത്ത് നമ്മൾ നിലയ്ക്കലിലൂടെ നടന്നു പോവാണ്. അപ്പൊ നമ്മൾ വളരെ ഇതിനകത്ത് ഞാനൊരു നിയമ അധ്യാപകയാണ്, വളരെ വർഷങ്ങളുടെ രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്. വളരെ
ഞാനൊന്ന് വരാം ബിന്ദു. ചില സാങ്കേതിക തടസ്സങ്ങളാണ്. ആ ദിവസത്തെ യാത്രയെക്കുറിച്ച് പറയുന്നത് ഒന്നുകൂടി പറയേണ്ടതായി വരും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ഇതെല്ലാം ഈ തർക്കം മാറ്റിവെച്ചാൽ അതിൽ ചില വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വസ്തുതകളുണ്ട്. ഇപ്പോൾ കോടതിയിൽ ഇന്ന് ഈ പട്ടിക കൊടുത്തത് നന്നായോ ശരിയായോ എന്ന ചോദ്യവും തർക്കവും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ ഓൺലൈൻ രേഖകൾ പരിശോധിച്ചാൽ ഏതാണ്ട് കോടതിയിൽ ഈ വിവരങ്ങൾ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇപ്പോൾ പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാനാവുന്നത്. അതുകൊണ്ട് ആ നിലയിൽ അത് മാനിക്കണം എന്നാണ് അതിൻ്റെ മറ്റൊരു വശം. അവിടെ ഈ പറഞ്ഞ 16 ലക്ഷം അപേക്ഷകർ, 8.5 ലക്ഷത്തോളം ആളുകൾ എത്തുന്നു. അതിൽ 7564 സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈ 10നും 50നും ഇടയിൽ പ്രായത്തിലുള്ള സ്ത്രീകൾ അപേക്ഷകരായി ഉണ്ടായിരുന്നു. ഈ 7564 ആക്ടിവിസ്റ്റുകൾ അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ എത്താൻ തയ്യാറായി നിന്നു എന്നും പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതിൽ 50 പേർ എത്തിയെന്നാണ് സർക്കാർ ഈ രേഖകൾ പ്രകാരം ഇന്ന് കോടതിയിൽ പറഞ്ഞത്. അതൊരു ചെറിയ കണക്കേയല്ല. 7564 പേരാണ് ഈ പ്രായഘടനയ്ക്കുള്ളിൽ, പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ശബരിമലയിൽ പോകാൻ ആദ്യ സീസണിൽ തയ്യാറായത്. അതൊരു ചെറിയ നമ്പറാണോ? ശരത്, ഇത് ഒരു ചെറിയ നമ്പറല്ല. ഇത് ഒരു ചെറിയ നമ്പർ അല്ലാത്തത് തന്നെ അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇന്ന് ചെയ്തിരിക്കുന്നത് ഒരു വലിയ ഗുരുതരമായ വീഴ്ചയാവുന്നതും ഇതൊരു ചെറിയ സംഖ്യ അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിന് ഒരു ട്രെൻഡുണ്ട്. അതായത് ഈ സുപ്രീം കോടതിയുടെ വിധി വരുന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. നമ്മൾ ഭക്തരോടൊപ്പമാണ്, അല്ലെങ്കിൽ വിശ്വാസികളോടൊപ്പം തന്നെയാണ്, വിശ്വാസങ്ങൾക്കെതിരല്ല. നമുക്ക് സ്ത്രീകളെ ശബരിമലയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അജണ്ട നമുക്കില്ല എന്നിവർ പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും തന്നെയാണ് എല്ലാ കവലകളിലുമുള്ള പ്രസംഗവേദികളിൽ പറയുന്നത് പൊതുസമൂഹത്തിനെ, അതായത് വിശ്വാസികളായിട്ടുള്ള സമൂഹത്തിനെ അപമാനിക്കുന്ന രീതിയിൽ പറയുന്നത്, പ്രത്യേകിച്ച് തന്ത്രി സമാജത്തിനെയും ശബരിമല തന്ത്രിയെ പ്രത്യേകിച്ചും ഒപ്പം പന്തളം കൊട്ടാരത്തിലുള്ള രാജപ്രതിനിധികളെയും ഏറ്റവും കൂടുതൽ മോശമായി ഈ വിശ്വാസികൾ മുഖ്യമന്ത്രിയെ തെറി പറയുന്ന നിലയിലേക്ക് അതൊരു വിശ്വാസമാണ്. വിശ്വാസികളുടെ മാത്രമല്ല, ഒരു വിമർശനമുണ്ട്, നിലപാടിന്റേതായ വിമർശനമുണ്ട്. പക്ഷേ നമ്മൾ പൊതുതലത്തിൽ മറ്റത് കണ്ടല്ലേ, മുഖ്യമന്ത്രിയെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക, മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുക, തെറി പറയുക എന്ന് തന്നെ പറയേണ്ട ഒരു ചർച്ചയിലടക്കം അതും കണ്ടതല്ലേ കേരളം? ശരത്, ഞാൻ പറയുന്നത് ഇതിൽ ഒരു പ്രാവശ്യം പോലും കൊട്ടാര പ്രതിനിധികളുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ശബരിമല തന്ത്രിയുടെ ഭാഗത്ത് നിന്നോ മോശമായ യാതൊരുവിധ പരാമർശവും ഉണ്ടായിട്ടില്ല. പന്തളം കൊട്ടാരത്തിലെ ശശികുമാരവർമ്മ കള്ളനാണ് എന്നുള്ള ഒരു പ്രസ്താവന, തന്ത്രി അടിവസ്ത്രം ഇടുന്നവനാണോ എന്നുള്ള പ്രസ്താവന, ബ്രാഹ്മണ രാക്ഷസനാണ് എന്നുള്ള പ്രസ്താവന, ഈ രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകേണ്ട രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല, ഈ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇതിലും മെച്ചപ്പെട്ടതായിരുന്നു മുഖ്യമന്ത്രിക്ക് നേരെ ഉള്ള ജാതി അധിക്ഷേപങ്ങൾ എന്നാണോ ശ്രീജിത്ത് വിചാരിച്ചത്? അത് ജാതി അധിക്ഷേപമല്ല, അതൊരു തൊഴിലിനെയാണ് അധിക്ഷേപിച്ചത്. അത് അധിക്ഷേപിക്കുന്ന ആൾക്കാർ തന്നെ ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായി എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ആ തൊഴിൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇന്നേ വരെയുള്ള വളർച്ചയിൽ ജാതിപരമായ അതിനൊരു ബന്ധപ്പെടുത്തലുണ്ട്, അടയാളപ്പെടുത്തലുണ്ട്. ശ്രീജിത്തിനെ പോലൊരു സാമൂഹ്യ നിരീക്ഷകന് നാളിതുവരെ മനസ്സിലായിട്ടില്ല. അത് ഒരു പ്രത്യേക ജാതി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ജാതിയുടെ മാത്രം കുലത്തൊഴിലാണ് എന്ന് കരുതുന്നതാണ്. ഒരിക്കൽ പോലും തെങ്ങിൽ കയറുന്നത് അല്ലെങ്കിൽ ചെത്തുന്നത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജാതിയുടെ മാത്രം കുലത്തൊഴിലായിരുന്നിട്ടേ ഇല്ല. പല സമുദായത്തിലും പല മതങ്ങളിലുമുള്ള ആൾക്കാർ തന്നെ ആ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ വീട്ടിലേക്ക് വരും, ഞാൻ കാണിച്ചു തരാം. അവിടെയൊക്കെ തെങ്ങ് ചെത്താൻ വരുന്നവരെ അല്ലെങ്കിൽ കള്ള് ചെത്താൻ വരുന്ന ആൾക്കാർ ഏതൊക്കെ മതത്തിലുള്ളതാണ്, മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാർ വരെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ജാതിയെ പറ്റിയുള്ള പരാമർശമല്ല, തെറ്റ് തന്നെയാണ്. അതിൽ യാതൊരു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിനകത്ത് അതൊരു കുലത്തൊഴിൽ സ്വഭാവത്തോടുകൂടി അതിനപ്പുറത്തേക്ക് പോകേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിനെ മറികടന്നാണ് കേരള നവോത്ഥാനത്തിന്റെ ഒരു വലിയ സഞ്ചാരപാതയിലൂടെ പുരോഗമനപരമായി മുന്നേറിയത്. പക്ഷേ അവിടെ നിങ്ങൾ പറഞ്ഞ എക്സെപ്ഷണൽ കേസുകൾ എടുത്താൽ ഉണ്ടെങ്കിൽ പോലും അതൊരു കുലത്തൊഴിലായി ചരിത്രപരമായി തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. അതൊന്ന്. ആ നിലയിലുള്ള ആ ബോധ്യം ആ പറയുന്നവർക്കുണ്ട്. ആ പറഞ്ഞവർക്ക് ആ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അവരങ്ങനെ പറഞ്ഞത്. ശരത്, ഈ പറയുന്നത് കേട്ടാൽ തോന്നും അത് ബ്രാഹ്മണ രാക്ഷസൻ എന്ന രീതിയിലോ കള്ളൻ എന്ന രീതിയിലോ കൊട്ടാരത്തിനെയോ തന്ത്രിയെയോ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലൈസൻസ് ആണെന്ന്. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരു കുലത്തൊഴിലിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ തൊഴിലിനെ പറയുന്നത് തെറ്റ് തന്നെയാണ്. കാരണം എല്ലാ തൊഴിലുകൾക്കും അതിൻ്റെതായുള്ള മാന്യതയുണ്ട്. പക്ഷേ അതിനെ ഒരു ജാതീയ രീതിയിലുള്ള ഒരു വിവേചനമാണ് എന്ന രീതിയിലുള്ള ഡിസ്കഷൻ കൊണ്ടുപോകുന്നതിനെയാണ് ഞാൻ എതിർത്തിട്ട് പറഞ്ഞത്. ചായക്കടക്കാരൻ എന്നുള്ള കാര്യത്തിൽ പറ്റി ഒരു തൊഴിലിനെ പറ്റി അധിക്ഷേപിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ് ഈ രീതിയിലുള്ള വാദങ്ങൾ ഉയർത്തുന്നത് എന്നത് ഞാനിവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്. ഒരു കുലത്തൊഴിലല്ല. രണ്ട്, അദ്ദേഹം തന്നെയാണ്, പ്രധാനമന്ത്രി തന്നെയാണ് അത് അഭിമാന പുരസരം ചർച്ചയാക്കും വിധം മുന്നോട്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ശരത് പറയുന്നതിന്റെ അർത്ഥം കള്ള് ചെത്തുക എന്ന് പറയുന്നത് അഭിമാനകരമായുള്ള ഒരു തൊഴിലല്ല എന്നാണോ? ഞാൻ ആ നിലയിലല്ല ഞാൻ പറഞ്ഞത് ഇവിടെ വിമർശനപരമായി അധിക്ഷേപപരമായി ഇത് ഉന്നയിക്കപ്പെട്ടു. ചായക്കടക്കാരൻ എന്ന പ്രയോഗം വന്നത് മറ്റൊരർത്ഥത്തിലാണ്.
അതാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും ഒരേ സ്വരത്തിൽ വന്നതല്ല. അത് അധിക്ഷേപത്തിന്റെ അത് പിന്നീട് ട്രോളിലൊക്കെ പല രൂപത്തിൽ മാറിയിട്ടുണ്ടാവാം. പക്ഷെ അത് ഉന്നയിക്കപ്പെട്ടതിന് ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായി. ശരത്, ഇതിൽ എല്ലാത്തിനും സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഒരു ചായക്കടക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല എന്ന് പറയുന്നത് ചായക്കടക്കാരൻ ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായാൽ ഇത്രയൊക്കെ ഇവിടെ നടക്കൂ എന്ന് മനുഷ്യരുടെ ഉത്തരവാദിത്തമുള്ള ഒരാൾ പറയുന്നത്. ശ്രീജിത്ത് നോക്കൂ, അത് പിന്നീട് സംഭവിച്ചു. ഞാൻ പറഞ്ഞതാണ്, അതിനെ തുടർന്ന് അത് അധിക്ഷേപകരമായി വളർന്നിട്ടുണ്ട്, ആക്ഷേപങ്ങൾ പിന്നീട് സംഭവിച്ചു. പക്ഷെ അതൊരു ചർച്ചയാകും വിധം രൂപപ്പെടുത്തി മുന്നോട്ട് വെച്ചതാണ്. ഏതായാലും നമ്മുടെ മുമ്പിലത്തെ അടിസ്ഥാന പ്രശ്നം ഇതല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് 7564 സ്ത്രീകൾ ഈ പ്രായപരിധിക്കുള്ളിൽ നിൽക്കുന്നവർ ആദ്യ വർഷത്തെ മണ്ഡലകാലത്ത് ഞങ്ങൾ ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന നിലയിൽ ഓൺലൈൻ രജിസ്ട്രേഷനിലേക്ക് വന്നാൽ അതിലൊരു നിങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ട്രെൻഡുണ്ട്, ഒരു സൂചനയുണ്ട്. ഇവിടെയാണ് അതിനുള്ള അപാകത എന്ന് പറയുന്നത്. 7500-ൽ പരം ആൾക്കാർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നാളിതുവരെ 51 ആൾക്കാരാണ് ശബരിമലയിൽ എത്തിയിരിക്കുന്നത്, യുവതികൾ എന്ന് പറഞ്ഞ് രേഖാമൂലം സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു രേഖാമൂലമാണ് ഒരു കാര്യം സമർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഈ 7500 എന്നിൽ നിന്ന് 51 ആണ് വന്നിരിക്കുന്നത് എന്ന് സർക്കാർ എന്തിൻ്റെ പേരിലാണ് തീരുമാനിക്കുന്നത്? ഈ 7500 എന്ന ആൾക്കാർ, അതിൽ നിന്ന് ഈ 51 ആൾക്കാരെ റാൻഡമായിട്ട് എന്തായാലും തിരഞ്ഞെടുത്തതല്ലോ. ഇവരവിടെ വന്നിരിക്കുന്നു എന്നുള്ള ബോധ്യം സർക്കാരിനുണ്ട്. ഇതിന് വീഡിയോ എവിഡൻസ് തന്നെ ഉണ്ട്. പല രീതിയിലുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂവിലൂടെയാണല്ലോ പോവുക. അവർ അത് അപേക്ഷിക്കുന്നവർ ഇതിൽ ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ മനസ്സിലാവും. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ആ വന്ന ആളുകൾ ശബരിമലയിൽ എത്തി തൊഴുതിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മന്ത്രി കടകംപള്ളി പറഞ്ഞതുപോലെ അത് അറിയില്ല എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ത്രൂ ഔട്ടായിട്ട് അത് പരിശോധിച്ച് ആ നിലയിലൊരു ട്രാക്കിംഗ് ഉണ്ടായില്ല. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ വ്യക്തത. പക്ഷേ വില്ലിംഗ്നെസ് എന്ന് പറയുന്നത് 7564 എന്ന് പറയുന്നത് ഒരു തരത്തിലും 7500 എന്നുള്ള ആൾക്കാരുടെ വില്ലിംഗ്നെസ്സിനെ ഞാൻ യാതൊരു വിധത്തിലും തള്ളി പറയുന്നില്ല. അത് കാരണം അത് കണക്കാണ്, കാരണം അത് ഡേറ്റയാണ്, അത് തള്ളിക്കളയാൻ കഴിയില്ല. അതിനെ തള്ളിക്കളയുന്നില്ല. ഞാൻ ഇവിടെ തള്ളിക്കളയുന്നത് ഇതും ഡിജിറ്റലായിട്ട് വന്നിരിക്കുന്ന ഒരു ഡേറ്റയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ തന്നെ വലിയ ഒരു ഫോൺ കോൾ വിളിച്ചു കഴിഞ്ഞാൽ പോലും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രത്തോളം ലഘുതരമായി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർ, അവരിൽ തന്നെ ഈ നേരത്തെ ഈ പറഞ്ഞിരുന്ന ഒരു ജ്യോതി, ഒരു എന്താണ് പിന്നീട് ഒരു കല അല്ലെങ്കിൽ ഒരു കലാവതി, രത്നകുമാരി, പത്മാവതി, പേരുകൾ ഞാൻ പറഞ്ഞുതരാം, സുലോചന, ഈ പേരുകളിലുള്ള പല ആൾക്കാരും പുരുഷന്മാരാണ് എന്ന് ഒരു മാധ്യമമല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ആൾക്കാരെല്ലാവരും കൂടി പറയുന്ന ആ ഒരു മാധ്യമം മാത്രമല്ല, പല മാധ്യമങ്ങളും. ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞ ആന്ധ്ര സ്വദേശിനി സുലോചന, വയസ്സ് 40. സുലോചന എന്നുള്ള പേര് ഞാൻ പറഞ്ഞില്ല. എങ്കിൽ ഞാൻ പറയാം, ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ മകൻ പറഞ്ഞത് അങ്ങനെയാണ്, ഫോണിൽ സംസാരിച്ചത് മക്കളോ പുരുഷന്മാരോ ഒക്കെയാണ്. അവർ പറഞ്ഞത് അമ്മയ്ക്ക് വയസ്സ് 51. അതുപോലെ തന്നെ സേലം സ്വദേശിനി സരോജ സെൽവരാജ് 50 കഴിഞ്ഞു എന്ന് ഭർത്താവ് പറയുന്നു. പട്ടികയിൽ 48 വയസ്സ്. ഇത് ആധാർ രേഖകൾ പ്രകാരമാണ് ഈ ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഡാറ്റാസ് ആയിട്ട് സർക്കാർ കോടതിയിൽ. ഇതേ ആധാർ രേഖകൾ കാണിച്ചു തന്നെയാണ് ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന ജ്യോതി എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് എന്റെ ആധാർ നമ്പർ, പരംജ്യോതി പറഞ്ഞിരിക്കുന്നത് എന്റെ ആധാർ നമ്പർ ഇതാണ്, ഞാൻ പുരുഷനാണ്. അപ്പോൾ പിന്നെ എങ്ങനെ സ്ത്രീയാണ് എന്ന് പറഞ്ഞ അതിലെ വിമർശനം സർക്കാരിന് മേൽ ഉന്നയിക്കുമ്പോൾ തന്നെ മറിച്ചൊരു വാദമുണ്ടല്ലോ. സർക്കാർ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ക്രൂട്ടണി നടത്തി കൂടുതൽ പരിശോധന നടത്തുകയൊന്നുമല്ല ചെയ്തത്. കോടതിയുടെ മുമ്പാകെ വന്ന വിവരങ്ങളെ സബ്മിറ്റ് ചെയ്യുകയാണ്. അഫിഡവിറ്റ് അല്ല, നോക്കൂ, അഫിഡവിറ്റ് അല്ല, പരൻജ്യോതി അയാൾ തന്നെ പറയുന്നത് എന്താണ്, ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഫീമെയിൽ എന്ന് തെറ്റായി രേഖപ്പെടുത്തി. സർക്കാർ അത്തരം പരിശോധന നടത്താനോ അല്ലെങ്കിൽ ഇവരുടെ പുറകെ പോകാനോ ശ്രമിച്ചിട്ടില്ല, കോടതിയിൽ പറയുകയാണ്. ഇവിടെ ശ്രീ ആനത്തലവട്ടം ആനന്ദനെ പോലുള്ള ആൾക്കാർ തന്നെ ഇത് പിഴവല്ലാത്ത രേഖയല്ല, അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു എന്ന് അദ്ദേഹം പോലും, ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം തന്നെ ഇവിടെ സമ്മതിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ശരത്ത് പറയുന്ന ആ വശം വെച്ച് നോക്കിയാൽ അഫിഡവിറ്റിൽ മാത്രമേ സർക്കാർ കോടതിയിൽ കൊടുത്തിട്ടില്ല, അഫിഡവിറ്റിൽ മാത്രമേ സർക്കാർ കോടതിയിൽ സത്യം ബോധിപ്പിക്കാവൂ എന്നില്ല. സർക്കാർ രേഖാമൂലം ഒരു നോട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്നതിനിടയിൽ ഈ അഭിഭാഷകൻ സൂചിപ്പിച്ചതാണ്. അതല്ലാതെ അതിനകത്തൊരു അഫിഡവിറ്റ് ഇല്ല, അതിന് തെളിവുപരമായി യാതൊരു സാധുതയുമില്ല. വേണ്ട, പക്ഷേ ഇതൊരു രേഖയാണ്, കോടതിയിൽ കൊടുക്കുന്ന ഒരു രേഖയാണ്. അഫിഡവിറ്റിൽ മാത്രമേ സത്യം പറയാവൂ എന്നില്ല, സത്യവാങ്മൂലം എന്നുള്ള പേരുള്ള ഒരു രേഖയിൽ മാത്രമേ സത്യം പറയാവൂ എന്നില്ല. കോടതിയിൽ കൊടുക്കുന്നത് ഇത് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ കൊടുക്കുന്നതാണ്. ശ്രീജിത്ത് വിശ്വാസത്തിൽ എടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ വിശ്വാസികൾക്ക് വേണ്ടി റിവ്യൂ ഹർജി കൊടുത്തിരിക്കുന്ന അവരുടെ അഭിഭാഷകൻ മാത്യു നെടുമ്പാറ ഞങ്ങളോട് തന്നെ പറഞ്ഞത് അഫിഡവിറ്റായി കൊടുത്താൽ മാത്രമേ അതിന് തെളിവുപരമായ സാധുതയുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു വാലിഡിറ്റി ഇല്ല.
എടുക്കണം എന്നാണ് ഞാൻ ആ പറഞ്ഞ ശ്രീജിത്ത് point മിനിമം മുകളിലേക്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ശരത്ത് പറയുന്നതിന്റെ അർത്ഥം സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ഞാൻ അല്ലാതെ പറഞ്ഞ- സമർപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്നാണ്. അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്ന് ഇവിടെയുള്ള ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇത് തോന്നുന്ന രീതിയിലുള്ള ഇതിൽ തന്നെ പല ആൾക്കാരുടെയും ഏജ് ഈ പറഞ്ഞതുപോലെ 50 അല്ല എന്നുള്ളത് 50-ന് മുകളിലാണ് എന്നുള്ളത് ആധാർ രേഖകളും അവരുടെ തിരിച്ചറിയൽ രേഖകൾ വെച്ചിട്ട് തന്നെ കണ്ടതാണ്. ശ്രീജിത്തിന്റെ ആധാറിലത്തെ പ്രായവും ശ്രീജിത്തിന്റെ യഥാർത്ഥ പ്രായവും ഒന്നാണോ? തീർച്ചയായും ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും ഏതോ കാലത്ത് നമ്മൾ എടുക്കുന്ന ആധാറിൽ രേഖപ്പെടുത്തുന്ന പ്രായം ഓൺലൈനിൽ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് രേഖപ്പെടുത്തി പോകുന്നു. അതിലെ പ്രായമാണ്. ഇതൊക്കെ വളരെ ഗുരുതരമായ സാങ്കേതിക ആരോപണങ്ങളാണ്. കാരണം ഇതൊന്നും ഒരിക്കലും നിലനിൽക്കുന്ന കാര്യമല്ല. ശരത് ഈ പറയുന്നത് സർക്കാരിനെ യാതൊരു വിധത്തിലും പ്രതിക്കൂട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശ്രീ ആനത്തലോട്ടം, അതാണ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന ഒന്നാമത്തെ ചാർജ്. സർക്കാർ മുമ്പ് ഉന്നയിച്ച പോലെയുള്ള ആക്ഷേപങ്ങളിൽ നിന്ന് ഒരു തരത്തിലും സർക്കാർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ശ്രീജിത്ത് പറയുന്ന മറ്റൊരു വാദം, ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. ഇത്തരം ഒരു അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ ആക്ഷേപം ക്ഷണിച്ചു വരുത്തേണ്ട യാതൊരു കാര്യവും സർക്കാരിനുണ്ടായിരുന്നില്ല. ഒരു അമിതാവേശമാണ് ഇന്ന് സർക്കാർ കാട്ടിയത്. ഇതിൽ ഇവർ പറയുന്ന പോലെ ഇതിൻ്റെ കാതലായ വശത്തെ മറച്ചു വയ്ക്കാനാണ് ഈ പിഴവുകളെ ഉയർത്തിക്കാട്ടി ഈ ചർച്ച നടത്തുന്നത്. അവിടെ ഈ 10 വയസ്സിനും 50 വയസ്സിനുള്ളിലുള്ള സ്ത്രീകൾ കയറാൻ പാടില്ലെന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള വാശിയും തർക്കവും സമരവുമെല്ലാം. സുപ്രീം കോടതിയുടെ വിധിയിൽ അവർക്ക് കയറാമെന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ആരും കയറിയില്ല എന്നവർക്ക് ആർക്കും ഇപ്പോൾ തർക്കമില്ല. ഇതിൽ ചിലർ കയറിയിട്ടില്ല, ചിലരുടെ വ്യാജ പേരുകളാണെന്നുള്ളതേ ഉള്ളൂ. വ്യാജ പേരുകളാണോ ഇല്ലെന്നുള്ളവരൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വന്നത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അവിടെ യുവതികൾ കയറിയില്ല എന്ന വാദഗതിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ്. ഞാനിവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത് ഇതേപോലെ ഒരു പുരുഷൻ സ്ത്രീ എന്നുള്ള പേരിൽ ആണ് എൻട്രി ചെയ്തിരിക്കുന്നത്. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് തന്നെ സ്ത്രീ ആയിട്ടാണ്. അത് ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തതല്ല, അയാൾ തന്നെ രജിസ്റ്റർ ചെയ്തതാണ്. അത് വെരിഫൈ ചെയ്തില്ല. വെരിഫൈ ചെയ്യേണ്ടി വന്നപ്പോൾ ഇനി അത് വെരിഫൈ ചെയ്യും. ഈ ആക്ഷേപം വന്നപ്പോൾ സുപ്രീം കോടതി ഈ രേഖകളൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന രേഖയിൽ എന്തെങ്കിലും പെശകുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ച് അത് തിരുത്തി കൊടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് വലിയ ഗൗരവമായ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. 51 പേര് കയറിയത് ഒരു പക്ഷേ 5 or 10 പേര് കുറഞ്ഞു പോട്ടെ. ഇതുപോലെ ആരെങ്കിലും കബളിപ്പിച്ചെങ്കിൽ, പുരുഷൻ തന്നെ സ്ത്രീ എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഏതെങ്കിലും പേര് മാറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരിക്കട്ടെ. അവിടെ യുവതികളുടെ പ്രവേശനം സംബന്ധിച്ചുണ്ടായിരുന്ന വിലക്ക് പോയില്ലേ? ആ വിലക്ക് സുപ്രീം കോടതി വിധിയോടുകൂടി പോയി. ആ വിധി ഇപ്പോൾ പ്രാബല്യത്തിലായി. സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചോദ്യം, ആ വിധി നടപ്പായി കഴിഞ്ഞു. അതൊരു കനകദുർഗയിലും മാത്രം ഒതുങ്ങുന്നതല്ല എന്ന ആ മെസ്സേജ് മാത്രം എടുത്താൽ മതി. അതിന്റെ സാങ്കേതികത്വമൊക്കെ നമുക്ക് വിടാം. അതാണ് ശ്രീ ആനത്തലോട്ടം ആനന്ദൻ ഇവിടെ പറയാൻ ശ്രമിച്ചതും വിശദീകരിച്ചതും. തീർച്ചയായും അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ എല്ലാ സർക്കാരിനെ എന്തുകൊണ്ട് വിശ്വാസമില്ല എന്ന് പറയുന്നതിന്റെ വ്യക്തമായ കാരണം ഇത് തന്നെയാണ്. കാരണം 1-2 ആൾക്കാർ അവിടെ പ്രവേശിച്ചു എന്നുള്ളത് അവിടെ തന്നെ ഉള്ള ഭക്തരായാലും അവിടെ തന്നെയുള്ള മാധ്യമ പ്രവർത്തകരായാലും സർക്കാർ തന്നെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ ഇന്ന് വരെ അതിനുശേഷം ഒരു ശ്രീലങ്കൻ യുവതി അവിടെ കയറി എന്നുള്ള പ്രസ്താവന നടത്തിയിരുന്നത് മുഖ്യമന്ത്രിയാണ്. അന്ന് അദ്ദേഹം ആൾക്കാരെ കളിയാക്കി അദ്ദേഹം ചോദിച്ചത് തന്നെ 3-മതൊരാൾ കയറിയിട്ട് ഇവിടെ ഹർത്താൽ നടത്തിയില്ല എന്നുള്ളതാണ്. ഇതിനോടകം ഇത്രയും നാളായിട്ട് മറ്റുള്ള ആൾക്കാർ അവിടെ പ്രവേശിച്ചതിനെ പറ്റി അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഇന്റലിജൻസും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ആഭ്യന്തരം കൂടി കൈയാളുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വീഴ്ചയാണിത്. സുപ്രീം കോടതിയിൽ തെറ്റായ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ അഫിഡവിറ്റ് അല്ലാതെ പോലും കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ 4-5 നിങ്ങൾ കുറച്ചോളൂ. 4-5 അല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര നോക്കിയാലും ബാക്കിയുള്ള അല്ലല്ല ഞാൻ പറയട്ടെ ശരത്, ഞാൻ പറയട്ടെ, ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും കൂടെ ചേർത്ത് കഴിഞ്ഞാലും അതിൽ വന്ന സർക്കാർ ഇതിലൂടെ പറയുന്നത് 1, 2, 3 1, 2, 3 എന്ന നിലയിൽ നോക്കിയാൽ 1, 2, 3 അല്ല, അതിലും അപ്പുറം ആളുകൾ ശരത് അത് തീർച്ചയായും കയറിയിട്ടുണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാണെങ്കിലും 50 ആണെങ്കിലും ആചാര ലംഘനം എന്ന് പറയുന്നത് ഒരാൾ ചെയ്താൽ തന്നെ ആചാര ലംഘനമായി. ഇവിടെ പക്ഷെ നോക്കിയാൽ ഒരു സ്ത്രീയെ ഒരു പുരുഷനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 50 ആൾക്കാരുണ്ട്. എന്തോ ഒരു വലിയ ആർജവമാണ് 51 എന്നുള്ള ഒരു അക്കത്തിലേക്ക് എത്തിക്കുന്നതിന്. ആ സംഖ്യയോട് എന്തിനാണ് CPM ഇത്ര മമത? ഒരു പുരുഷനെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് എന്തുകൊണ്ട് അവിടെ ചെയ്തുകൂടാ? അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 51 വെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറയുന്നത് ചിലപ്പോൾ 102 ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലൊരു 102 ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ അതിലൊരു 51 വെട്ടിയിട്ട് ബാക്കി കിട്ടിയ 51 പേരെ ആയിരിക്കും നിങ്ങൾ അവിടെ കാണിച്ചത്. തികയാതെ വന്നപ്പോൾ അതിലൊരു പുരുഷനെ നിങ്ങൾ മനഃപൂർവ്വം അതിനകത്ത് കയറ്റിയതായിരിക്കാം. അങ്ങനെ ആൾക്കാർ സംശയിച്ചാലും അതിനെ തെറ്റു പറയാനില്ല. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, നിങ്ങളുടെ ചരിത്രമാണ് കാണിക്കുന്നത്. റൈറ്റ്, ഞാൻ മടങ്ങി വരാം ബിന്ദുവിലേക്കും ഗോമതി അമ്മാളിലേക്കും ശ്രീ ആനത്തലവട്ടം ആനന്ദനിലേക്കും. ചെറിയ ഇടവേള.
പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീമതി ബിന്ദു, ഇപ്പോൾ ശ്രീജിത്തിൻ്റെയൊക്കെ ഒരു വാദം ശ്രദ്ധിച്ചു കാണുമല്ലോ. പൂർണ്ണമായും അവിശ്വസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന നിലയിലാണ് ഈ പട്ടികയാകെ സമീപിക്കുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഈ വനിതാ മതിലിൻ്റെ തൊട്ടു പിറ്റേ ദിവസം ജനുവരി 2-ന് ഈ ഒരു തീരുമാനമെടുത്തതിൻ്റെ പിന്നിലത്തെ ബുദ്ധി അത് ആരുടേതായിരുന്നു എന്നൊരു ചോദ്യമാണ് നേരത്തെ പറഞ്ഞു വന്നത്. അതിനിടയിലാണ് മുറിഞ്ഞു പോയത്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഞങ്ങൾ ആദ്യം പോകുന്നത് തന്നെ ഏകദേശം 11:30 ഏകദേശം രാത്രിയിൽ 11:30 കൂടിയാണ് ഞങ്ങൾ നിലയ്ക്കൽ ഇറങ്ങിയിട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്തെങ്കിലും നിങ്ങൾ സമ്മതിക്കുമല്ലോ ഞങ്ങൾക്ക് പോലീസുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല, സർക്കാരായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് പോകാനാണ് പലപ്പോഴും ശ്രമിച്ചത്. അപ്പോൾ അന്ന് നിങ്ങൾ കണ്ടതാണ് നമ്മൾ ആ സമയമാണ് ചൂസ് ചെയ്തത്. പിന്നെ സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകുമായിരുന്നു ഈ വനിതാ മതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംഘടിച്ചിരിക്കുന്ന കലാപകാരികൾ അവിടെ വിട്ടു പുറത്തായിരിക്കും എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ബുദ്ധി ഞാനും കനകദുർഗയും കൂടി ചേർന്ന് എടുത്ത തീരുമാനമാണത്. അതിൽ പക്ഷേ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. സുപ്രീം കോടതി ഇന്നിപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന ലിസ്റ്റിൽ ഉള്ളവരോ ഇല്ലാത്തവരോ, ലിസ്റ്റിനകത്ത് ചിലപ്പോൾ 4-5 പേരോ അതിൽ നിന്ന് എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചിരിക്കാം. ഇപ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച പലരും പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് അവർ തന്നെ വോളണ്ടറി ആയിട്ട് അവർ നടത്തുന്ന രജിസ്ട്രേഷനാണ്. അപ്പോൾ അതിനകത്ത് അവർ ഫീമെയിൽ കാണിച്ച ഫീമെയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പെട്ടെന്ന് തിടുക്കപ്പെട്ട് അവിടെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അവിടെ ഒരു ലിസ്റ്റ് സമർപ്പിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ എറേഴ്സ് ഒക്കെ വന്നിരിക്കുക. എന്നാലും 40ഓളം പേരെങ്കിലും സ്ത്രീകളായിരുന്നെന്നും ഈ ഏജ് ഗ്രൂപ്പിൽ പെട്ടതാണെന്നും ഇവർക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഞാനടക്കമുള്ള കനകദുർഗ, മഞ്ജു അടക്കമുള്ള ആളുകളൊന്നും തന്നെ ആ ലിസ്റ്റിലില്ല. നിങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാതെ പോയത് കൊണ്ടാണ് നിങ്ങൾ ആ പട്ടികയിൽ പെടാത്തത്. മാത്രമല്ല ഈ ബിന്ദു, അതിനുശേഷം ഇപ്പോൾ കണ്ണൂരെ തന്നെ രേഷ്മയും ഒക്കെ വന്നിട്ടും പോലീസിന്റെ സുരക്ഷയും സംരക്ഷണവും കിട്ടിയില്ല. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ബുദ്ധി നിങ്ങളുടെ മാത്രമാണെന്ന് നിങ്ങൾ പറയുന്നത് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ അത് നടത്തിപ്പിൽ നിങ്ങൾ 2 പേർ മാത്രമല്ല, പോലീസിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള നല്ല പിന്തുണയുണ്ട്. ആ വിധി നടപ്പാക്കാൻ നിങ്ങളെ പോലീസ് അത്രമേൽ സഹായിച്ചിട്ടുണ്ട്. അത് അവരുടെ ഭരണഘടനാപരമായ ബാധ്യതയാണെങ്കിൽ അതവർ നിറവേറ്റിക്കോട്ടെ. അത് മറച്ചുവെക്കേണ്ട കാര്യമില്ല. ഇല്ല, പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ ക്രെഡിറ്റ് അങ്ങനെ ചുളുവിൽ പോലീസിനോ സർക്കാരിനോ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തുകൊണ്ട് അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്ത്രപരമായിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനാണ് പോലീസ് ശ്രമിച്ചത്. അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ നിലപാട് തന്നെയായിരിക്കും. പക്ഷേ ഞങ്ങൾ ഹങ്കർ സ്ട്രൈക്ക്, ഞാൻ അവിടെ നിരാഹാര സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുന്ന സമയത്താണ് നമുക്ക് നിങ്ങൾ തിരിച്ചു വന്നോളൂ, നമ്മൾ അവിടെ പ്രൊട്ടക്ഷൻ തരാമെന്നുള്ളൊരു നിലപാടിലേക്ക് അവർക്ക് വരേണ്ടി വന്നത്. അതല്ലെങ്കിൽ ഒരു കാരണവശാലും മരണം വരെ നിരാഹാരം എന്ന് പറഞ്ഞിട്ടാണ് ഞാനവിടെ നിരാഹാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് അവർ നിസ്സഹായരാണ്. ഞങ്ങൾക്ക് വാക്ക് തന്നു, എഴുതി തരണമെന്ന് പറഞ്ഞു. വനിതാ മതിൽ നിന്ന് രാത്രി പമ്പയിലേക്ക് പോകുമ്പോ ഏത് പോലീസ് ഓഫീസറെയാണ് നിങ്ങൾ അറിയിച്ചിട്ടാണ് പോയത്? നിങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ടല്ലോ. മുൻപ് പറഞ്ഞൊരു വാക്കുണ്ട് പോലീസിന്റെ, നിങ്ങൾ മടങ്ങി വരുമ്പോൾ സംരക്ഷണം തരാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരോടാണ് പിന്നീട് ബന്ധപ്പെട്ടതും തുടർന്ന് അങ്ങോട്ട് പോലീസിന്റെ നിർദ്ദേശാനുസരണം യാത്ര ആരംഭിച്ചതും? ശബരിമലയിലെ സന്നിധാനത്തിൽ ദർശനം നടത്തുന്ന ആ നിമിഷം വരെ പോലീസുകാരെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. എനിക്ക് പോലീസിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല, 100% വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ വിശ്വാസം ഉണ്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞെങ്കിൽ പോലും അതിനകത്ത് എനിക്കൊരു ചെറിയ സംശയം എപ്പോഴും ഉണ്ടായിരുന്നു. ആ സന്നിധാനത്തിന് തൊട്ട് മുമ്പ് എത്തുമ്പോൾ നമ്മളെ തടയുമോ, നമ്മളെ തിരിച്ചിറക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളോട് അവർ നിലയ്ക്കലെത്തുമോ അല്ലെങ്കിൽ പമ്പയിലെത്തുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ വളരെ വിദഗ്ധമായിട്ട് പമ്പയിലെത്തി കൺട്രോൾ റൂമിലുള്ള പോലീസിനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അവിടെയുള്ള പോലീസ് ഓഫീസറുടെ പേരോ അവർ ഏത് ജില്ലക്കാരാണെന്നോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവിടെ കൺട്രോൾ റൂമിൽ അപ്രോച്ച് ചെയ്തു. അത് വളരെ അധികം സമയം എടുക്കാണ്ട് തന്നെ നമ്മൾ കൂടെ മഫ്തിയിലുള്ള പോലീസാണ്. ഇവരെ കുറിച്ചും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീടാണ്. ഞങ്ങളോട് അന്ന് ഹങ്കർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് തന്ന വാക്ക് നിങ്ങളെ കൊണ്ടുപോകാം. അതിനുശേഷം വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോലീസിനെ വിശ്വസിക്കുന്നു പറയുമ്പോൾ പോലും നമുക്ക് ഇവർ ഡേറ്റ് തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിലും പല ചർച്ചകളിലും പറഞ്ഞതാണെങ്കിലും ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഗോമതി അമ്മാളിന് കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, അവിടെ കാത്തിരുന്നവരും പ്രതിഷേധിക്കാനും തടയാനും വന്നവർ കണ്ടില്ലല്ലോ. ഈ രൂപത്തിൽ ബുദ്ധിമതികളായ സ്ത്രീകൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് സമയം തെരഞ്ഞെടുത്ത് പോലീസിൻ്റെ സഹായം ഉണ്ടാകും, സംരക്ഷണം ഉണ്ടാകും, അത് പോലീസിൻ്റെ പണിയുമല്ലേ. ആ നിലയിലൊക്കെ തന്നെയാണ് പോയത്.
അങ്ങനെ പോയത് ഈ പറഞ്ഞ അങ്ങനെയൊക്കെ നോക്കിയാൽ അതെ. നമ്മുടെ ഒന്നും കണ്ണിൽപ്പെടാതെ പോയ സ്ത്രീകൾ വേറെയും ഉണ്ടാകാം. ആ നിലയിൽ എടുത്താൽ മതി ആ 50 പേരുടെ അല്ലെങ്കിൽ 51 പേരുടെ പട്ടിക. ഗോമതി അമ്മ, തീർച്ചയായിട്ടും ഈ 50 പേരോ 51 പേരോ അല്ല, ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. ആ കയറിയ ആളുകളൊക്കെ തന്നെ അവരുടെ പത്രക്കാരൊന്നും അല്ലല്ലോ. പത്രം ഉണ്ടായിരുന്നു, മീഡിയ ഉണ്ടായിരുന്നു, ചാനലുകാരുണ്ട്, അവരാരും കണ്ടില്ലല്ലോ. ഞങ്ങളൊക്കെ അറിഞ്ഞാലത്തെ സ്ഥിതി അവർ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് വന്നപ്പോൾ ബിന്ദു എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, പോലീസ് അറിഞ്ഞു, മാധ്യമങ്ങൾ അറിഞ്ഞു, അതോടുകൂടി ഈ ക്ഷണക്കത്ത് കിട്ടിയതുപോലെ പ്രതിഷേധക്കാരായ ഭക്തജനങ്ങൾ ഒത്തുകൂടി. ഇത്തവണ ക്ഷണക്കത്തില്ല, അവർ സുഖമായി വന്ന് തൊഴുതുപോയി. ആ നിലയിൽ എടുത്താൽ മതി നമ്മളെ ഈ 50 പേരുടെ പട്ടിക. അത് മാത്രം നമ്മൾ എടുത്താൽ മതി, മറ്റതൊക്കെ വിടാം. അങ്ങനല്ല, ക്ഷണക്കത്ത് കിട്ടിയെന്നില്ല. ഒരു യുവതി വരുമ്പോൾ തീർച്ചയായിട്ടും മീഡിയാസും നിങ്ങളും ചുമ്മാ ഒന്നും ഇരിക്കുകയല്ല, അതൊന്നും പറയണ്ട. നിങ്ങൾ ഈ നിൽക്കുന്ന ഈ പത്രക്കാരും മീഡിയക്കാരും എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഭക്തർ മാത്രമല്ല, മാധ്യമപ്രവർത്തകർ മുഴുവൻ അവിടെ സ്ത്രീകൾ വന്ന് കയറുന്നുണ്ടോ എന്നുള്ള പോലീസിന്റെ പണിയല്ല ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ചെയ്യുന്ന ചിലരൊക്കെ ഉണ്ടാവുമായിരിക്കും. പറയണ്ട, മീഡിയാസും വാച്ച്ഫുൾ ആയിരുന്നു. അതല്ലാതെ ഉടനെ തന്നെ അത് എത്തിച്ച് അവരെ പിടികൂടാൻ തടയാൻ ശ്രമിക്കുന്നതല്ല മാധ്യമപ്രവർത്തകരുടെ ജോലി. നിങ്ങൾ അത് ചെയ്യത്തില്ല. ഒരു യുവതി വന്നു, ഒരു യുവതി കയറി എന്ന് നിങ്ങൾ അപ്പൊ തന്നെ പറയും. നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയ അല്ലല്ലോ, ഒരുപാട് പേര് ഞങ്ങൾക്കുണ്ട്. അവിടെ ഞാൻ അമ്മാളുടെ കൂടെ ചേരുകയാണ്. ആ പരിഭവം ഞാൻ ബിന്ദുവിനോടും പറയുന്നു. ഞങ്ങളോട് പറഞ്ഞിട്ട് കയറാമായിരുന്നു, ഞങ്ങളും ഒപ്പം കൂടിയേനെ. അതിലൊരു പരാതിയുണ്ട് ബിന്ദുവിനോടും കനകദുർഗയോടും. അല്ലെങ്കിൽ ആ ചരിത്ര നിമിഷം നിങ്ങൾ ഒരു വീഡിയോ പകർത്താൻ നിൽക്കേണ്ട. എന്താണ് ബിന്ദു പറയാൻ വന്നത്? വേഗം അവസാനിപ്പിക്കാം. ഞാൻ ശ്രീജിത്തിലേക്കും രാഹുലേശ്വരനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. പല സാഹചര്യത്തിൽ ഇവർ പറയുണ്ടായി, നമ്മൾ കള്ളന്മാരെ പോലെ കയറിയെന്ന് പറയുണ്ടായി. മനസ്സിലാകുന്നില്ല ഇവര്. നമ്മളെവിടെ ഈ സമയത്തൊക്കെ തന്നെ 3 മണിക്ക് 2 മണിക്ക് തന്നെ ഭക്തന്മാര് കയറിക്കൊണ്ടിരിക്കുകയാണ്, ആ വഴിയിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഭക്തന്മാർ, നിങ്ങൾ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും, ഭക്തന്മാർ നമുക്ക് വെള്ളം തരുന്നു, നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ കടകളിൽ പോകുന്നു. ഈ കടക്കാരെ കുറിച്ചായിരുന്നു ഇത്രയും കാലം ആക്ഷേപം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസ്, യൂറിനൽ, ലേഡീസ്, തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഞങ്ങളോട് നിങ്ങൾ ദർശിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളെ കണ്ടാൽ തന്നെ എന്തായാലും 50 വയസ്സിന് മുകളിലുള്ളവരല്ല എന്ന് ഞങ്ങളെ കണ്ടാൽ തന്നെ അവർക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലേഡീസ് നേരത്തെ യൂറിനൽ ഫെസിലിറ്റിയാണ് ഉപയോഗിച്ചത്. ഈ സമയത്തൊക്കെ നമ്മൾ കൂടുമ്പോൾ, നമ്മൾ അവരുടെ കൂടെ, ഭക്തന്മാരുടെ കൂടെ കൂടുന്ന സമയത്ത് ചിലപ്പോൾ അവരിങ്ങനെ വിട്ടു മാറുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് വയസ്സ് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അവർ പേടിച്ചിട്ടായിരിക്കാം, അല്ല ഇഷ്യൂ ഉണ്ടായെങ്കിലൊന്ന് ഈ പറയുന്ന ആളുകൾ ആക്രമിക്കപ്പെടുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ മാറുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം, ഇന്നത്തെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇത് കേരളത്തിലെ ഇന്ത്യയിലെ ഈ പോയിട്ടുള്ള ഒരു ജനങ്ങളുണ്ട്. ശബരിമലയിലേക്ക് പോയ കുറെ ആളുകള്, ഈ രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുന്ന കുറെ ആളുകള്, ഇപ്പൊ രേഷ്മയെ പോലെയുള്ള കുറെ ആളുകള് 100 ദിവസമായി മാല ഇട്ടിട്ട് ആ കുട്ടി ഇരിക്കുകയാണ്. ആ മാല വ്രതം നോറ്റിട്ട് മാല ഊരേണ്ടതുണ്ട്, ആ കുട്ടി പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് ഊർജം നൽകുന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി. അതുപോലെ തന്നെ കോടതി എന്ന് പറഞ്ഞാലേ, കണക്കുകളിൽ കോടതിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു വിധി അത് നടപ്പായി കഴിഞ്ഞു എന്ന നിലയിൽ തന്നെയാണ് കോടതിയും അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പേര് കയറി എന്നുള്ളതൊക്കെ അപ്രസക്തമാണ് മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ. എത്ര പേര് കയറി എന്നുള്ളത് കോടതിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അപ്രസക്തമാണ്. കാരണം ഒരു വിധിയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വിധിയെ തുടർന്ന് എത്ര പേര് അവിടെ കയറി എന്നുള്ളത് കോടതിയുടെ ഒരു വിഷയം തന്നെയല്ല, അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി മാത്രമാണത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള ഒരു യാതൊരു വിധത്തിലുള്ള നീതിന്യായ വ്യവസ്ഥയും തിരഞ്ഞെടുക്കുന്നത് പൊതുജനമല്ല. അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും ജനങ്ങളോടല്ല ഉള്ളത്. പക്ഷേ ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സർക്കാരുണ്ട്. ഇവിടെ വരുന്ന 99% ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വാസികളാണ്, പല സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർ. ആ കോടതിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത. മുത്തലാഖ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മുത്തലാഖാണ്. 3 തലാഖുകളും ഒന്നിച്ച് ചൊല്ലി അതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ട്രിപ്പിൾ തലാഖ് മാത്രമാണ് നിരോധിച്ചിരിക്കുന്നത്. 2 മാസവും 3 മാസവും അതിന്റെ അതാണ് പറഞ്ഞത്. 3 തലാഖും ഒന്നിച്ച് ചൊല്ലിയിട്ട് ഒരാളിനെ അന്നേരം ഒഴിവാക്കുന്നതിനെതിരെയാണ് കോടതി, അല്ലെങ്കിൽ ഇവിടെ സർക്കാർ ആ വിഷയം ഉന്നയിച്ചത്. ആ പ്രധാനമന്ത്രി അടക്കം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഏറ്റെടുത്ത്, തീർച്ചയായും അത് പ്രധാനപ്പെട്ട അവസരം ഒരുക്കിയത് കോടതിയാണ്. 2 മാസം കൊണ്ടും 3 മാസം
കോടതിയാണ് അവസരം ഒരുക്കിയത്. 2 മാസം കൊണ്ടും 3 മാസം കൊണ്ടും ഉള്ള തലാക്കുകളുണ്ട്. ആ തലാക്കുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മൾ മറക്കരുത്. അത് ഓർത്തുകൊണ്ട് വേണം നമ്മൾ ആ മുത്തലാഖ് വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ. അതിന്റെ വേറൊരു ഡയമെൻഷനാണ്. അല്ല, നീതിന്യായ വ്യവസ്ഥയെ പറ്റി നോക്കുമ്പോൾ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഏതൊരു നീതിപീഠത്തിനായാലും അവർക്ക് പ്രതിബദ്ധത ജനങ്ങളോടല്ല. പക്ഷേ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരുണ്ട്. ആ സർക്കാർ ജനങ്ങളോട് പ്രതിബദ്ധത അവർ ഒരു സാവകാശം റിവ്യൂ പെറ്റീഷൻ ഇവിടെ ഒറ്റ വാചകത്തിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അതായത് വിശ്വാസികൾ പ്രതിഷേധക്കാർ കാണിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷനോടാണ്, ഭരണഘടനയോടാണ് പ്രതിബദ്ധത എന്ന ആ ഭരണഘടന തന്നെ എനിക്ക് തരുന്നത് എന്റെ ആചാരങ്ങളെ പ്രീച്ച് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുമാണ് ആർട്ടിക്കിൾ 25 26 തരുന്നത്. മൗലികാവകാശം തന്നെയാണ്. ലിംഗനീതി, തുല്യനീതി അവരുടെ അവകാശം 1947 ആദ്യ പരിഗണന എന്നുള്ള പ്രശ്നമുണ്ട്. ഇല്ല, 1947 ഭരണഘടനാ ബെഞ്ചിൽ ലിംഗനീതിയും തുല്യനീതിയും തന്നെയാണ് പ്രധാനം. അതെ, 1947 ഓഗസ്റ്റ് 15 ഏതൊരു വിധത്തിലുള്ള ആരാധന പദ്ധതിയാണോ ഒരു ക്ഷേത്രത്തിലുള്ളത് അത് തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രീം കോടതി ആനത്തിലോട്ട് ആനന്ദൻ ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നുണ്ട്. ഒറ്റ വാചകത്തിൽ, സമയം കുറവുകൊണ്ടാണ്. അതായത് ഈ പ്രതിഷേധക്കാരായ വിശ്വാസികൾ അവരെ കൂടുതൽ വ്രണിതരാക്കുന്ന ഒരു കടുത്ത നടപടിയായി പോയി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായത്. കോടതി ചോദിച്ചില്ല, ഒന്നൊരു അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നില്ല. റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോൾ മാത്രം പറഞ്ഞാൽ മതിയാമായിരുന്നു. ഈ പിഴവുകൾ ഒഴിവാക്കി കുറച്ചുകൂടി ആധികാരികമായ വിവരങ്ങൾ നൽകാമായിരുന്നു. ആ നിലയിൽ അവരുമായി കൂടുതൽ അകലുന്നതിനല്ലേ സർക്കാർ സ്വയം വഴിവെച്ചതെന്ന്? ആ രേഖയിൽ അല്ല, നിങ്ങൾ ഇതിനകത്ത് കാണേണ്ടത് ഈ വിധി വന്നതിന് ശേഷം 49 50 റിവിഷൻ ഹർജി വന്നു, സ്റ്റേക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു, ഇതെല്ലാം മാറ്റിവെച്ചു. ഒറ്റ ഹർജി എടുത്തിട്ടില്ല. എടുത്തതാകെ ബിന്ദുവിൻ്റെയും കനകദുർഗയുടെയും കേസിൽ അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞത് അല്ല. ആ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞത് അത്തരത്തിലൊരു വിധി വന്നതെന്ന് തന്നെ സുപ്രീം കോടതിയുടെ വിധി. സുപ്രീം കോടതി അതിന്റെ കൂട്ടത്തിലാണ് ഞങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇപ്പോഴും ഈ പ്രക്ഷോഭകാരികൾക്ക് മനസ്സിലായിട്ടില്ല സുപ്രീം കോടതി ഈ വിധിയിലൂടെ പ്രകടിപ്പിച്ചത്. പ്രക്ഷോഭകാരികൾ ഇപ്പോഴും അവരെ അതിന്റെ ആചാരത്തിന്റെയും ധാർമ്മികതയാണോ ഭരണഘടനയുടെയും നിയമത്തിന്റെയും ധാർമ്മികതയാണോ എന്ന ചോദ്യത്തിനാണ് സുപ്രീം കോടതി മറുപടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജസ്റ്റിസ് YK സബർവാൾ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രസക്തമാണ്. സുപ്രീം ബട്ട് നോട്ട് ഇൻഫാലിബിൾ എന്നാണ് പറഞ്ഞത്. സർക്കാരിന്റെ യുവതി പട്ടിക ഇന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ അവതരിപ്പിച്ച പട്ടിക അത് വിശ്വസനീയമോ എന്ന ചോദ്യമാണ് ഈ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചതും. ആ നിലയിലുള്ള പ്രതികരണം നോക്കാം. വിശ്വസനീയമാണ് എന്ന് 62% ആളുകൾ FB പോളിലൂടെ വിലയിരുത്തുന്നു. വിശ്വസനീയമല്ല എന്ന് വിലയിരുത്തുന്നത് 38% ആളുകൾ. വിശ്വസനീയമാണ് സർക്കാരിൻ്റെ പട്ടിക എന്നാണ് ഭൂരിപക്ഷത്തിൻ്റെയും നിലപാട്. അങ്ങനെയല്ല എന്ന് കരുതുന്ന വളരെ ശക്തമായ ഒരു 38% വിലയിരുത്തൽ കൂടിയുണ്ട് എന്ന് കാണാതെ പോകാനുമാവില്ല. വളരെയധികം നന്ദി ശ്രീമതി ഗോമതി അമ്മാൾ, അതുപോലെ അഡ്വക്കേറ്റ് ബിന്ദു, ശ്രീജിത്ത് പണിക്കർ, ശ്രീ ആനത്തലോട്ടം ആനന്ദൻ ഞങ്ങളുമായി സഹകരിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.